എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 30/7/2024 നടത്തിയ LD ക്ലർക്ക് പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 97/2024. നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലെയും തെറ്റായ ജോഡിയതെന്ന് കണ്ടെത്തുക. പാലിയം സത്യാഗ്രഹം 1947 മുതൽ 48 വരെ, നിവർത്തന പ്രക്ഷോഭം 1935, പട്ടിണി ജാഥ 1936, ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. തെറ്റായ ജോഡിയതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ. ഓപ്ഷൻ ബി ബിഷപ്പ് അലക്സീസ് ഡി മെനസിസ്. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? സത്യശോധക് സമാജം ജ്യോതിറാവു ഫൂലെ, ആര്യ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, പ്രാർത്ഥനാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, ഹിതകാരിണി സമാജം വീരേശലിംഗം. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ 1, 4 എന്നിവ ശരി. ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗുമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ ഡി ക്രിപ്സ് മിഷൻ. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത്. അഡോൾഫറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത്. ഓപ്ഷൻ ഡി ഗെസ്റ്റപ്പോ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക. അമേരിക്ക ന്യൂസിലാൻഡ്, അമേരിക്ക കാനഡ, അമേരിക്ക വെസ്റ്റ് ഇൻഡീസ്, അമേരിക്ക ഓസ്ട്രേലിയ. ഓപ്ഷൻ സി 3 മാത്രം ശരി. അമേരിക്ക വെസ്റ്റ് ഇൻഡീസ്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി. ഓപ്ഷൻ ബി ഫോം ലൈൻ. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം. ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം. ഓപ്ഷൻ ബി മുങ്കേഷ്പൂർ, ഡൽഹി. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകത ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 4. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുതെന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹരെ കയറ്റിവിടുന്ന കൊടുമുടി നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2 പ്രസ്താവനകളാണ് കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ഡാം, സംസ്ഥാനം, നദി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അലമാട്ടി ഡാം, കർണാടക, കൃഷ്ണനദി. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ബി സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. 1991 സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. പ്രസ്താവന 1 RBI ഒരു നിയന്ത്രിക സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമാക്കി മാറ്റുക. പ്രസ്താവന 2 സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി. പ്രസ്താവന 3 ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 75% ഉയർത്തി. ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ
ഡി. പ്രസ്താവന 1, 2, 3 ശരി. നീതി ആയോഗിൻ്റെ 4ാം വട്ട വാർഷികാരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷം 2019-20 റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി. വളർച്ചാ ലക്ഷ്യം 5.6% പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. മഹലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത്. ശരിയല്ലാത്ത വസ്തുത ഓപ്ഷൻ ബി വളർച്ചാ ലക്ഷ്യം 5.6%. ശരിയല്ലാത്ത വസ്തുത വളർച്ചാ ലക്ഷ്യം 4.5%. റിസർവ് ബാങ്കിൻ്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. പ്രസ്താവന 1 വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ. പ്രസ്താവനകൾ 1, 2 ശരി, 3 ശരിയല്ല. ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. കാർഷികോൽപാദനക്ഷമത വർദ്ധിച്ചു. തൊഴിൽ ലഭ്യത കുറഞ്ഞു. ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ഡി. തൊഴിൽ ലഭ്യത കുറഞ്ഞു. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. കോളം എ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ബി 52.50%, 26.50%, 21.00. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 1 സി. പ്രാഥമിക മേഖല 21%, 2 ബി. ദ്വിതീയ മേഖല 26.50%, തൃതീയ മേഖല എ 52.50%. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഭരണഘടനയിലെ 15 വകുപ്പുകൾ 36 വകുപ്പ് മുതൽ 51 വകുപ്പ് വരെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നിർദ്ദേശക തത്വത്തിൻ്റെ ആശയം കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ്. നിർദ്ദേശക തത്വങ്ങളിലെ വകുപ്പ് 45 രാജ്യത്ത് നടപ്പിലാക്കി. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങൾ അല്ല. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ. 1ാമത്തെ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. ഭരണഘടനാ ഭാഗം 4 വകുപ്പ് 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? രാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗമാണ്. ഉപരാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗമാണ്. ലോക്സഭാ സ്പീക്കർക്ക് വീറ്റോ അധികാരമുണ്ട്. ഉപരാഷ്ട്രപതിയാകാൻ 30 വയസ്സ് പൂർത്തിയായിരിക്കണം. ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി 2. 2ാമത്തെ പ്രസ്താവനയാണ് ശരിയായത്. ഉപരാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളേവ? 6 മുതൽ 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി. 1ാമത്തെ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടതാണ് രക്ഷാകർത്താക്കളുടെ കടമയായിട്ടുള്ളത്. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാർ. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. വി ഗിരി, ആർ വെങ്കിട്ടരാമൻ, ജഗദീപ് ധൻഖർ, മുഹമ്മദ് ഹമീദ് അൻസാരി. കാലക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. വി ഗിരി, ആർ വെങ്കിട്ടരാമൻ, മുഹമ്മദ് ഹമീദ് അൻസാരി, ജഗദീപ് ധൻഖർ. ഇങ്ങനെയാണ്
കാലക്രമത്തിൽ എഴുതുമ്പോൾ വരുന്നത് 1, 2, 4, 3. ചേരുംപടി ചേർക്കുക. ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ കോവറൻഡോ. എന്തധികാരത്തിൽ ശരീരം ഹാജരാക്കുക, നിരോധനം, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 1, 2 ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. 2, 4 മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. 3, 3 പ്രൊഹിബിഷൻ നിരോധനം. 4, 1 കോവറൻഡോ എന്ത് അധികാരത്തിൽ. ശരിയായ പ്രസ്താവനകളേവ. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഖാനക്കാരനായിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ്. ശരിയായ പ്രസ്താവനകൾ ഏവ. ഓപ്ഷൻ ഡി 1, 2, 3, 4 തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം ഏത്? നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം ഓപ്ഷൻ ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. ഇന്ത്യൻ തപാൽ ഓഫീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, വിൽപ്പന നികുതി, റെയിൽവേ, ഇന്ത്യൻ പോലീസ് സർവീസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സംസ്ഥാന സർവീസ്, വിൽപ്പന നികുതി, അഖിലേന്ത്യാ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, കേന്ദ്ര സർവീസ്, ഇന്ത്യൻ തപാൽ സർവീസ്, റെയിൽവേ. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 11ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു. 73ാം ഭേദഗതി നിലവിൽ വന്നത് 1990 ആണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി. 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1993 താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളേവ? 1987 മുതൽ 1991 വരെയുള്ള കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി കെ അബ്ദുൾ റബ്ബ്. പട്ടമേ താണുപിള്ളയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ആർ ശങ്കർ കേരളത്തിലെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന കേരളത്തിലെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രി പി ഉമ്മർകോയായിരുന്നു. കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളേവ? കേരളത്തിൽ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി. ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസാക്കി. കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളേവ? ഓപ്ഷൻ എ 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. കള്ളിക്കാട് സമരം ഒരു കുടിക്കിടപ്പവകാശ സമരമായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികൾ ഏതെല്ലാം? പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവൃത്തികൾ, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവൃത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3, 4 തന്നിരിക്കുന്ന എല്ലാം തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികളാണ്. ചേരുംപടി ചേർക്കുക. ധനകാര്യ കമ്മീഷൻ, സ്വത്തവകാശം, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം, 226 വകുപ്പ്, 280 വകുപ്പ്, 300A വകുപ്പ്, 61 വകുപ്പ്. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2 ധനകാര്യ കമ്മീഷൻ 280 വകുപ്പ്, 2, 3 സ്വത്തവകാശം 300A വകുപ്പ്, 3, 4 രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61 വകുപ്പ്, 4, 1 ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226 വകുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേക്ഷയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു, രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു, കുറുകെ വരകൾ കാണപ്പെടുന്നു, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡി
ഓപ്ഷൻ എ വാരിയെല്ലുകൾ 24 അസ്ഥികൾ. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏത്? ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഓപ്ഷൻ സി പ്ലൂറ. സന്ധികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ഇടുപ്പല്ല് തുടയല്ല് ചേരുന്ന സന്ധിയിലാണ് കീലസന്ധി. ഗോളരസന്ധി നട്ടലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട്ടിയെ ബന്ധിപ്പിക്കുന്നു. തെന്നി നീങ്ങുന്ന സന്ധി 2 അസ്ഥികളുടെ ചെറുതായ ചലനം സാധ്യമാക്കുന്നു. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ശരിയായ പ്രസ്താവന. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു എന്ന പ്രസ്താവനയാണ് ശരിയായത്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഓപ്ഷൻ സി ലൈസോസോം. രക്തം കട്ടപിടിക്കലിൻ്റെ ശരിയായ ക്രമം ഏത്? ശരിയായ ക്രമം 3, 2, 1. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി മഹാരാഷ്ട്ര. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഓപ്ഷൻ എ മൻസുഖ് മാണ്ഡവ്യ. ഒരു വസ്തുവിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് ഓപ്ഷൻ ബി മാസ്. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദു ഓപ്ഷൻ സി പോൾ. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത ഓപ്ഷൻ സി മാലിയബിലിറ്റി. സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ഓപ്ഷൻ എ ബുധൻ. 2023 ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ ബി പ്രകാശം. P1 V1 = P2 V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ബോയിൽ നിയമം. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രിത ലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി മെർക്കുറി. ഐസോട്ടോണിക് ലൈനുകളുടെ ഡാഷ് തുല്യമായിരിക്കും? ഓപ്ഷൻ ഡി ഓസ്മോട്ടിക് മർദ്ദം. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD എന്നത് ജലത്തിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിൻ്റെ BOD എത്രയാണ്? ഓപ്ഷൻ എ 1 to 2 ppm. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണമേത്? ബ്ലൂ ബേബി സിൻഡ്രോം ഓപ്ഷൻ സി നൈട്രേറ്റ്. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാര്? കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ ഡി വള്ളത്തോൾ നാരായണ മേനോൻ. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ഓപ്ഷൻ സി മൈക്കിൾ ഫെൽപ്സ്. KC ലേഖ ഏത് കായിക മേഖലയിലാണ് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ബോക്സിംഗ്. ഫയദോർ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ? ഓപ്ഷൻ ബി ഒരു സങ്കീർത്തനം പോലെ. ഇലഞ്ഞിത്തറ മേളം ഏതുത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഇലഞ്ഞിത്തറ മേളം ഓപ്ഷൻ ബി തൃശ്ശൂർ പൂരം. 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി? 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് ഓപ്ഷൻ സി നർഗീസ് മുഹമ്മദി. ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം? ഓപ്ഷൻ ബി 2023. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ വേർഡ് പ്രോസസ്സർ. കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണം ഓപ്ഷൻ സി മാൻ. 2 KB = ബൈറ്റ്സ്? ഓപ്ഷൻ ഡി 2048 ബൈറ്റ്സ്. ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ഓപ്ഷൻ സി PSLV C-57. 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? ഓപ്ഷൻ ബി അമിതാഭ് കാന്ത്. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്?
ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം? ഓപ്ഷൻ ബി അനുച്ഛേദം 24. ചേരുംപടി ചേർക്കുക. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ. 2013, 1996, 1998, 2007. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ 1 ഡി. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007. 2 എ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013. 3 സി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998. 4 ബി. സംസ്ഥാന വനിതാ കമ്മീഷൻ 1996. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം? ഓപ്ഷൻ സി 10 രൂപ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം. ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനെ സംബന്ധിച്ചുള്ള പരാതി 3 വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ്. ശരിയായവ ഏത്? ഓപ്ഷൻ ബി. പ്രസ്താവന 1, 2 ശരിയാണ്. 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി. ഗാർഹിക അതിക്രമത്തിനിരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക എന്ന പ്രസ്താവനയാണ് ചുമതലയിൽ പെടാത്തത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ഓപ്ഷൻ ഡി ഇക്ബാൽ സിംഗ് ലാൽപുര. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ. അടുത്തായി മാത്സ് ചോദ്യങ്ങൾ. ഒറ്റയാനെ കണ്ടെത്തുക. 53, 61, 43, 91. ഓപ്ഷൻ സി 91. 11 ക്യൂബ് പ്ലസ് 20 സ്ക്വയർ മൈനസ് 3 ഹോൾ റൈസ് ടു 1/3 ഈസ് ഈക്വൽ ടു? ഓപ്ഷൻ ഡി 12. 3, 8, 15, 24 ഡാഷ്. ഓപ്ഷൻ എ 35. രാജുവിന് 1ാം പാദ പരീക്ഷയിൽ 62 മാർക്കും 2ാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടി. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് കിട്ടും? ഓപ്ഷൻ ബി 70. രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് ഇടത്തേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചുവെങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? ഓപ്ഷൻ ബി 9 കിലോമീറ്റർ. 0.36 × 6.25 ബൈ 0.5 × 0.5 × 0.06 സമം? ഓപ്ഷൻ സി 150. ആനന്ദിൻ്റെ അച്ഛൻ്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ്റെ ഭാര്യയാണ് നിഷ എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം? ഓപ്ഷൻ എ മകൻ. ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ETTPI എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ എങ്ങനെ സൂചിപ്പിക്കാം? ഓപ്ഷൻ എ SVERKI. 60 km/മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? ഓപ്ഷൻ ബി 12 സെക്കൻഡ്. 15 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്രയായിരിക്കും? ഓപ്ഷൻ ബി 5. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. Fill in the blank suitably using the appropriate clause. She dashed the examination if she had studied well. Option B would have passed. He has hardly any money dash ? Option A has he. Report the sentence properly. Have you met the principal? The teacher said to me. Option D. The teacher asked me whether I had met the principal.
Pick out the correct article and fill the sentence aptly. After dash year or two, the question can be reconsidered. Option B, A. Complete the sentence using correct tense. The bell dash ring within bracket before I reached the school. Option C, had rung. Give the one word substitute for a person who studies about the sun, the moon, stars and the universe. Option C, astronomer. Fill in the blank with the opposite of the underlined word. Swali looked cheerful whereas Sumin looked dash. Cheerful. Option A, gloomy. Which is the apt synonym for the word underlined? The woman looked very weak. Weak. Option B, feeble. Use the correctly spelt word to complete the sentence. If you dash money, you will quit the business. Option D, lose. Pick out the correct sentence with the right phrasal verb for the underlined word. The doctor advised me to abandon smoking. Abandon. Option C, the doctor advised me to give up smoking. അടുത്തായി മലയാളം ചോദ്യങ്ങൾ. പിരിച്ചെഴുതുക. വെൺ തിങ്കൾ. ഓപ്ഷൻ സി, വെൺ പ്ലസ് തിങ്കൾ. ആദേശസന്ധിക്ക് ഉദാഹരണം. ഓപ്ഷൻ എ, വിണ്ടലം. തദ്ധിതത്തിന് ഉദാഹരണം. ഓപ്ഷൻ ഡി, വെണ്മ. വിപരീത പദം എഴുതുക. അഗ്രജൻ. ഓപ്ഷൻ ബി, അപരജൻ. ജലത്തിൻ്റെ പര്യായമല്ലാത്തത്. ഓപ്ഷൻ ഡി, നളിനം. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം. ഓപ്ഷൻ സി, ആകപ്പാടെയുള്ള ഭംഗി. താഴെ പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ എ, ചൂടാമണി. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ. ഓപ്ഷൻ സി, എരുതിയിൽ എണ്ണ ഒഴിക്കുക. കവിയുടെ സ്ത്രീലിംഗ പദമേത്? ഓപ്ഷൻ എ, കവയിത്രി. ഒറ്റപദമാക്കുക. വർഷം തോറും. ഓപ്ഷൻ ഡി, പ്രതിവർഷം. മേലെ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങൾ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കേരള PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.